ഏവർക്കും ഈ സായാഹ്ന സന്ദേശത്തിലേക്ക് സ്വാഗതം. പ്രോത്സാഹനത്തിൻ്റെ ഒരു വാക്കുമതി ഒരു വ്യക്തിയുടെ ജീവിതം മാറിമറിയുവാൻ. എന്നാൽ ഇന്നത്തെ കാലത്ത് മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ എല്ലാവരും ആ വ്യക്തിയെക്കുറിച്ച് നല്ല വർത്തമാനം പറയാറുള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ ഒരു വാക്കുപോലും അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കുകയോ അദ്ദേഹത്തിനുണ്ടായ ഒത്താശ ചെയ്ത് കൊടുക്കുകയോ ചെയ്യുകയില്ല. മരിച്ചു കഴിയുമ്പോൾ എവിടെ നിന്നെങ്കിലൊക്കെ ആൾക്കാർ വന്നതിന് ശേഷം അദ്ദേഹം വലിയവനായിരുന്നു, മഹാനായിരുന്നു, നല്ല സ്വഭാവമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മൾ സാധാരണയായിട്ട് കാണാറുള്ളതാണ്. എന്നാൽ ശ്രദ്ധിക്കുക, പ്രോത്സാഹനത്തിൻ്റെ ഒരു വാക്കിന് വേണ്ടി ആഗ്രഹിച്ചതായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു മഹാനായ ഒരു വ്യക്തി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ലോകത്തിലെ തന്നെ ചരിത്രം തിരുത്തി കുറിക്കുവാനിടയായി. അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. മറ്റുള്ളവർ കൂടി അത് പ്രയോജനപ്പെടുവാനിടയാകട്ടെ. ആകയാൽ സ്കോട്ട്ലൻഡിലെ എഡിൻബർഗിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു വാൾട്ടർ സ്കോട്ട്. ഈ വാൾട്ടർ സ്കോട്ട് ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു കർഷകനായിരുന്നു, അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനും ഒരു കർഷകനായിരുന്നു. അദ്ദേഹം ചരിത്ര നോവലിസ്റ്റും കവിയും അതുപോലെ തന്നെ ഒരു ചരിത്രകാരനും നാടകൃത്തും ആയിരുന്നു വാൾട്ടർ സ്കോട്ട്. ഞാൻ പറഞ്ഞു, അദ്ദേഹം സ്കോട്ട്ലൻഡിൻ്റെ എഡിൻബർഗിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. 2ാമത്തെ വയസ്സിൽ ഈ സ്കോട്ടിൻ്റെ കാല് തളർന്നുപോയി എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് ശൈശവ പക്ഷപാതം പിടിച്ചിട്ട് ഈ കുഞ്ഞിൻ്റെ കാല് തളർന്നുപോയി. അതുമൂലം അദ്ദേഹം മുടന്തനായി. ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി ഈ കുട്ടിയുടെ പിതാവ് തൻ്റെ മുത്തച്ഛൻ്റെ ഈ കുട്ടിയുടെ മുത്തച്ഛൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു. മുത്തച്ഛൻ താമസിക്കുന്നത് ഒരു ഗ്രാമപ്രദേശത്താണ്. അദ്ദേഹം നല്ല കർഷകനാണ്. അവിടെയുള്ളതായ മുത്തശ്ശി വളരെ നല്ല കഥകളെല്ലാം പറഞ്ഞു കൊടുത്ത് ഇവനെ വളർത്തിയെടുക്കുവാനായിട്ട് പര്യാപ്തമായിരിക്കുന്ന ഒരു നല്ല ഒരു മാതാവായതുകൊണ്ട് അവിടേക്ക് പറഞ്ഞയച്ചു. അവിടെ കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഗ്രാമാന്തരീക്ഷവും മുത്തശ്ശി പറയുന്ന കഥകളും എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നന്നേ ഇഷ്ടപ്പെട്ടു. ആർക്ക്? നമ്മുടെ സ്കോട്ടിന് ആ പ്രദേശമൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കഥകൾ ആ വൃദ്ധമാതാവ് അവന് പറഞ്ഞു കൊടുത്തതെല്ലാം അവൻ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കാനിടയായി. 8ാമത്തെ വയസ്സിൽ അദ്ദേഹം പഠനം ആരംഭിക്കും. സ്കൂളിൽ കടന്നുപോയി പഠനം ആരംഭിക്കുമ്പോൾ എഴുതുവാനും വായിക്കുവാനും വളരെയധികം മിടുക്കനായിരുന്നു നമ്മുടെ വാൾട്ടർ സ്കോട്ട്. അപ്പോൾ ആ ചെറുപ്രായത്തിൽ തന്നെ എഴുതാനും വായിക്കാനും ഈ കുട്ടിക്ക് നല്ല ഉത്സാഹം ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ കഥകൾ വൃദ്ധമാതാവിൽ നിന്ന് മുത്തശ്ശിയിൽ നിന്ന് കേൾക്കുന്ന ഈ കഥകളെല്ലാം കേട്ടിട്ട് ഈ നമ്മുടെ സ്കോട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അദ്ദേഹത്തിന് വിവിധമായ ഭാഷകൾ അദ്ദേഹം പഠിച്ചെടുക്കുവാനിടയായി തീർന്നു. അതായത് ഫ്രഞ്ച് പഠിച്ചെടുത്തു, ലാറ്റിൻ പഠിച്ചെടുത്തു, അതുപോലെ തന്നെ ജർമ്മൻ ഭാഷ പഠിച്ചെടുത്തു, ഇറ്റാലിയൻ ഭാഷ പഠിച്ചെടുത്തു. ഇങ്ങനെ വിവിധമായ ഭാഷകളെല്ലാം ഈ കുട്ടി ഹൃദയസ്ഥമാക്കുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ തന്നെ വളരെയധികം മികവൊന്നും കാണിച്ചു. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നു, അന്ന് പ്രചാരത്തിലിരുന്ന ഗ്രീക്ക് ഭാഷയിൽ അത്രത്തോളം പ്രാവീണ്യം നമ്മുടെ സ്കോട്ടിന് ലഭിച്ചില്ല. അതുകൊണ്ട് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഇവനോടൊരു പുച്ഛമായിരുന്നു. പറഞ്ഞാൽ ഇവർ കഴിവുണ്ട്, ഇവന് വളരെയധികം പഠിക്കുന്ന കുട്ടിയാണ്, എഴുതുന്ന കുട്ടിയാണ്, ഒക്കെ കാര്യം ശരിയാണെങ്കിലും അധ്യാപകർ ഇവന് വേണ്ടതായ യാതൊരു വിധത്തിലുള്ള പ്രോത്സാഹനവും കൊടുത്തില്ല. മാത്രമല്ല ഇവൻ്റെ കൂട്ടുകാർ പോലും അതിന് വേണ്ടതായ ഒരു പ്രോത്സാഹനം കൊടുത്തില്ല എന്നുള്ളതായൊരു വിഷയമുണ്ട്. കാരണം ഈ കുട്ടി അംഗവൈകല്യമുള്ള ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ പഠിക്കാൻ വളരെ സാമർഥ്യമുള്ളവനാണ്. ആ 8ാമത്തെ വയസ്സിൽ തന്നെ 4-5 ഭാഷ അവൻ കരഗതമാക്കിയിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അധ്യാപകർ ഇവനെയൊന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് കൂട്ടാക്കിയില്ല എന്നുള്ളത് വലിയ പ്രയാസമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ശ്രദ്ധിക്കണേ. ആകയാൽ അക്കാലത്ത് ആർട്ട് ഗാലറിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു ചിത്ര പ്രദർശനം, ഒരു ആർട്ട് ഗാലറിയിൽ ഒരു ചിത്ര പ്രദർശനം നടക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് ധാരാളം പേര്, അന്നത്തെ സ്കോട്ടിഷ് കവിയായിരുന്ന റോബർട്ട് ബേൺസ്, അദ്ദേഹമായിരുന്നു സ്കോട്ടിഷ് കവി. റോബർട്ട് ബേൺസ് വളരെ പേരുകെട്ടതായ വളരെ പ്രശസ്തനായ ഒരു കവിയായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെല്ലാവരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ചിത്രങ്ങൾ നോക്കി ചെല്ലുമ്പോൾ ഒരു ചിത്രത്തിൻ്റെ അടിയിൽ കുറച്ച് കവിതാശകലങ്ങൾ കവിതകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കവിത ആരുടെയാണ് കവിത, ഇതാരാണ് എഴുതിയത് എന്നതിനെക്കുറിച്ച് ഇവരിങ്ങനെ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും അറിയില്ല അത് ആരുടെ കവിതയാണെന്ന് അറിയില്ല. ഇവരൊക്കെ കവികളാണെങ്കിലും കവിത ആരുടെയാണെന്ന് അറിയില്ല. പക്ഷേ ആ സമയത്താണ് നമ്മുടെ വാൾട്ടർ സ്കോട്ട് നേരെ അവരുടെ മുന്നിലേക്ക് കടന്നു. പയ്യനാണ്,
ചെറിയ കുട്ടിയാണ്, 8-9 വയസ്സ് മാത്രം പ്രായമുള്ളതാണ്. ഇവൻ അങ്ങോട്ട് കയറി ചെന്നതിന് ശേഷം ഇവൻ പറഞ്ഞു അത് ഇന്നയാൾ എഴുതാണ്. ആ കവിയുടെ പേര് പറയുകയും മാത്രമല്ല ആ ചിത്രത്തിൽ എഴുതിയിരിക്കുന്നതായ ആ കവിതാശാലങ്ങളുടെ ബാക്കി ഭാഗം പാടുകയും കൂടെ ചെയ്തു. അവർക്ക് പറഞ്ഞു കൊടുക്കാനിടയായിട്ടുള്ളത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എന്നറിയാമോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സ്കോട്ടിഷ് കവിയായിരുന്ന റോബർട്ട് ബേൺസ് ഈ നമ്മുടെ ഈ വാൾട്ടർ സ്കോട്ടിനെ അരികെ നിർത്തി, ചേർത്ത് നിർത്തി, അവനെ ആശ്ലേഷിച്ചു, അവനെ അഭിനന്ദിച്ചു, അവന് വേണ്ടതായ സകലവിധമായ ഒത്താശ ചെയ്തു കൊടുത്തു. എന്നിട്ട് ഇവനെ ആശ്ലേഷിച്ചുകൊണ്ട് ഉച്ചത്തിൽ ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു. അത്രയും വലിയ മനുഷ്യനാണ്, അതായത് പ്രശസ്തനായ കവിയാണ് സ്കോട്ട്ലൻഡിലെ. അദ്ദേഹം പറഞ്ഞു, നീ ഒരു കാലത്ത് സ്കോട്ട്ലൻഡിന്റെ മഹാനായി മാറും. അതുവരെ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും ഒരു പരിഗണനയും കൊടുക്കാതെ ഇവനെ പുറന്തള്ളിയ പോലെ ഈ വികലാംഗനായിരിക്കുന്നതായ നമ്മുടെ സ്കോട്ട് നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ ഏറ്റവും ഉന്നതമായ നിലയിലുള്ളതായ ഒരു മഹൽ വ്യക്തിയാണ് ഇദ്ദേഹത്തെ ആശ്ലേഷിച്ച് അദ്ദേഹത്തെ അനുഗ്രഹിച്ച് അവരോട് പറഞ്ഞു, നീ ഒരു കാലത്ത് സ്കോട്ട്ലൻഡിലെ മഹാനായി മാറും എന്ന് പറയാനായിട്ട് സന്തോഷം കൊണ്ട് അറിയാമോ നമ്മുടെ ഈ കുട്ടി, അതായത് വാൾട്ടർ സ്കോട്ട് സന്തോഷം കൊണ്ട് അവൻ തുള്ളിച്ചാടി. അവൻ ഭയങ്കര സന്തോഷമായി പോയി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം ഒരു പ്രോത്സാഹനം കിട്ടുന്നത്. ഇതുവരെ അവൻ്റെ അധ്യാപകരിൽ നിന്നോ അല്ലെങ്കിൽ വിദ്യാർത്ഥിയിൽ നിന്നോ അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരിൽ നിന്നോ ഒന്നും കിട്ടാത്തതായ ഒരു വലിയ പ്രോത്സാഹനം അവന് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ തുള്ളിച്ചാടി. അവന് ഒരു അമൃതവർഷം, അവൻ്റെ ശിരസ്സിലേക്ക് ഒരു അമൃതവർഷം, അതായത് അനുഗ്രഹത്തിൻ്റെ അമൃതവർഷം പെയ്തിറങ്ങുന്നത് പോലെ അവന് അനുഭവപ്പെടുവാനിടയായിത്തീർന്നു. അങ്ങനെ സ്കോട്ട്ലൻഡിലെ ചരിത്ര നോവലിസ്റ്റും കവിയും നാടകൃത്തും ചരിത്രകാരനുമായി ലോകം ആലേഖനം ചെയ്യപ്പെട്ടതായ ഒരു പേരുണ്ടെങ്കിൽ അത് നമ്മുടെ വാൾട്ടർ സ്കോട്ടാണ്. ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ ഹെലൻ കെല്ലർ എന്ന് പറയുന്നതായ വ്യക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ബദരയും മൂഹയുമായിരുന്നതായ അവരും ലോകത്തിൽ പ്രശസ്തിയായി തീരുവാനുള്ള കാരണം അവരുടെ നിതാന്തമായ പരിശ്രമമായിരുന്നു. അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വൈകല്യത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, കാരണം അതില്ലായിരുന്നെങ്കിൽ എനിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുമായിരുന്നില്ല. നോക്കണേ, ഹെലൻ കെല്ലർ പറയാണ്, ബദരയും മൂകയുമാണ്. അവർ പറയാണ്, എൻ്റെ ഈ വൈകല്യത്തിന്, ഞാൻ ബദരയായതുകൊണ്ട്, ഞാൻ മൂകയായതുകൊണ്ട്, അങ്ങനെ ജനിച്ചതുകൊണ്ട് ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. കാരണം അതില്ലായിരുന്നുവെങ്കിൽ, ഞാനൊരു ബദരയോ മൂകയല്ലായിരുന്നുവെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയുമായിരുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞ്, എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ പിതാവേ, നിന്റെ വൈകല്യത്തെ ഓർത്ത് നീ ദൈവത്തെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യരുത്. നിന്റെ വൈകല്യത്തിൽ ദൈവം നിനക്ക് അനുഗ്രഹങ്ങളെ നൽകുവാൻ ഇടയായിത്തീരും. ശ്രദ്ധിക്കണേ, കുറച്ചുകൂടെ മുന്നോട്ടേക്ക് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുക. ഇസ്രായേലിൽ 40 വർഷം ഭരണം നടത്തിയതായ മഹാനായിരിക്കുന്ന രാജാവായിരുന്നു ദാവീദ് രാജാവ്. ഈ ദാവീദ് രാജാവിനെ കുറിച്ച് പറയുന്നത് മധുരഗായകനായ, ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദ് രാജാവ്. അത് 1 ശമൂവേൽ പുസ്തകം 17-ാം അധ്യായം 34-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. അതായത് ഇസ്രായേലിന് ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്ന ഗോലിയാത്തിനെ ഇസ്രായേൽ രാജാവായ ശൗൽ രാജാവിനും മറ്റുള്ള പട്ടാളക്കാർക്കും ജനത്തിനും മുഴുവൻ വലിയ പേടിയായിരുന്നു. എന്നാൽ ആ സമയത്ത് ദാവീദ് അവിടെ കടന്നു ചെന്നു. അതായത് ഗോലിയാത്തോട് യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് താൻ പറയാനിടയായി. പക്ഷേ അന്നേരം ശൗൽ രാജാവ് പറഞ്ഞ കാര്യം എന്തെന്നറിയാവോ, നിനക്ക് ഗോലിയാത്തോട് അതായത് പടപൊരുതുവാൻ പ്രാപ്തിയില്ല, നീ ബാലനാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ ദാവീദ് പറഞ്ഞതെന്നറിയാവോ, അടിയൻ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലൊരു സിംഹവും ഒരിക്കലൊരു കരടിയും വന്നു. കൂട്ടത്തിൽ നിന്ന് ഒരാടിനെ കടന്നു പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച്, ഈ സിംഹത്തിൻ്റെയും കരടിയുടെയും താടിക്ക് പിടിച്ച് അതിനെ അടിച്ചു കൊന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഗോലിയാത്തിനെ വകവരുത്താൻ കഴിയുമെന്ന ഇങ്ങനെ ആടിനെ രക്ഷിച്ചതായ കാര്യം അറിഞ്ഞ ആരും ദാവീദ് തൻ്റെ അപ്പൻ പോലും തന്നെ പ്രശംസിച്ചില്ല, തന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചില്ല, നല്ലതാ കുട്ടി എന്ന് പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചേ, സ്വർഗത്തിലെ ദൈവം ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. 1 ശമൂവേൽ പുസ്തകം 18-ാം അധ്യായം 6-ാമത്തെ വാക്യം നാം വായിക്കും ഇങ്ങനെ കാണുന്നുണ്ട്. ദാവീദ് ഫെലിസ്ത്യമല്ലനായ ഗോലിയാത്തിനെ സംഹരിച്ച് മടങ്ങി വരുമ്പോൾ ഇസ്രായേലിയ പെൺകുട്ടികൾ ഇങ്ങനെ പാടി, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. അന്ന് നിന്നെ ആരും മാനിച്ചില്ലേലും ആരും പ്രോത്സാഹിപ്പിച്ചില്ലും, കുഞ്ഞെ നല്ലതാണെന്ന് പറഞ്ഞില്ല എങ്കിൽ തന്നെയും സ്വർഗത്തിലെ ദൈവം ഇത് കാണുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി,
മാതാവേ, പിതാവേ, കുഞ്ഞേ, ഞാനൊരു കാര്യം പറയാം. നിന്നെ ആരും പരിഗണിച്ചില്ല എന്ന് വന്നേക്കാം, നിന്നെ ആരും പ്രോത്സാഹിപ്പിച്ചില്ല എന്ന് വന്നേക്കാം. നീ കൂടുതൽ മാർക്ക് മേടിച്ചു വരുമ്പോൾ, നീ ആ സ്പോർട്സിൽ ജയിച്ച് നീ കടന്നു വരുമ്പോൾ, നീ ഒരു ജോലി വാങ്ങിച്ച് കടന്നു വരുന്ന സമയത്ത് നിന്നെ ആരും പ്രോത്സാഹിപ്പിച്ചില്ല എന്ന് വന്നേക്കാം. പക്ഷേ സ്വർഗത്തിലെ ദൈവം നിന്നെ കാണുന്നുണ്ട്, നിനക്കതെല്ലാം കൂടെ കൂട്ടിത്തരും. ഇവിടെ നോക്കിക്കേ, ദാവീദിനെ കുറിച്ച് വേറെ ആരും പറയാതിരുന്നപ്പോൾ ദാവീദ് ശരിക്കും വരെ ഗോലിയാത്ര മാത്രമേ കൊന്നുള്ളൂ. എന്നാൽ അതിനെക്കുറിച്ച് പറയുന്നത് ഇവർ പറയുന്നറിയാവോ, ശൗൽ 1000 കൊന്നു, പക്ഷേ ദാവീദ് 10,000 കൊന്നു എന്നുള്ളത് എല്ലാം കൂടി ഒരുമിച്ച് അവനെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, ആ എല്ലാ ആദരവും അവർ കൊടുക്കുവാൻ ഇടയായി തീർന്നുവെങ്കിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ മാനിക്കുന്ന ഒരു സമൂഹമുണ്ട്, അത് നിന്നെ കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ വൈകല്യം ഓർത്തിട്ടോ, നിനക്ക് പഠിക്കാൻ ബുദ്ധിയില്ലെന്ന് കരുതിയിട്ടോ, നിനക്ക് ജ്ഞാനം കുറവാണെന്ന് കരുതിയിട്ടോ നീ പുറകോട്ട് മാറി നിൽക്കരുത്, നീ മുന്നേറുക. ദൈവം നിന്നോട് കൂടെയുണ്ട്. 40 വർഷമാണ് ഇസ്രായേൽ രാജ്യത്തെ ദാവീദ് രാജാവ് ഭരിച്ച്. 2 കൊല്ലമല്ല, 3 കൊല്ലമല്ല, അല്ലെങ്കിൽ 5 കൊല്ലമല്ല, 40 വർഷം. ശ്രദ്ധിക്കണേ. ആകയാൽ നീ സ്കൂളിൽ തള്ളപ്പെട്ടാലും കോളേജിൽ തള്ളപ്പെട്ടാലും, നീ നിന്റെ സമൂഹത്തിലോ നിന്റെ വീട്ടിലോ നിന്റെ സഭയിലോ നിന്നെ ആരും മാനിച്ചില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നിന്നെ മാനിക്കും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഈ കുഞ്ഞ് പഠിക്കുന്ന സ്കൂളിൽ, ആ കോളേജിൽ കർത്താവേ, അവൻ്റെ ആ സമൂഹത്തിൽ, അവൻ്റെ സഭയിൽ, അവൻ്റെതായ സുഹൃത്തുക്കളുടെ ഇടയിൽ അവൻ മാനിക്കപ്പെടാതെ, പരിഗണിക്കപ്പെടാതെ, പരിഹസിക്കപ്പെട്ടവനായി കർത്താവെ ആരും അവരെ പ്രോത്സാഹിപ്പിക്കാതെ, അവൻ പല വിജയങ്ങളും നേടിക്കഴിഞ്ഞുവെങ്കിൽ തന്നെയും അതിലൊന്നും ആരും പ്രോത്സാഹനം കൊടുക്കാതെ അവൻ തള്ളിക്കളയുന്ന ഒരു അനുഭവമുണ്ട്. അവൻ മാനസികമായി തകർന്നു പോകരുത്, അവൻ ക്ഷീണിച്ചു പോകരുത്, അല്ലെങ്കിൽ അവൾ തളർന്നു പോകരുത്, ആ പെൺകുട്ടി തകർന്നു പോകാനിടയാകരുത്. അവളെ നീ അനുഗ്രഹിക്കണം, സഹായിക്കണം. ആ മാതാവിനെ, ആ പിതാവിനെ കർത്താവെ, എല്ലാവരും ആരും ഉപേക്ഷിക്കപ്പെട്ടതായ അവസ്ഥയിൽ, കുടുംബത്തിൽ നിന്ന് കർത്താവ് തള്ളിക്കളഞ്ഞ അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ അവരെ നീ മാനിക്കുന്നു എന്ന് കർത്താവ് മനസ്സിലാക്കത്തക്ക വിധത്തിൽ അവരോട് നീ പ്രവർത്തിക്കും, അവരോടുകൂടെ ഇരിക്കുമാറാകണമേ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമാറാകണമേ. എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.